ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ നാരങ്ങക്കറിയാണ്. അപ്പോൾ നമുക്ക് തീരെ കയ്പില്ലാതെ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുവെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിന് വേണ്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നാരങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് ഇതിൻ്റെ കയ്പ്പ് രുചി തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല, ചിലവർക്ക് അതിൻ്റെ കയ്പ്പായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം കയ്പ്പ് പോകാനുള്ള ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഇത് നാരങ്ങ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൊലി കനം കുറഞ്ഞത് വേണം എടുക്കാൻ. ഇത് ഒത്തിരി തൊലി കനം കൂടിയതാണ്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ തൊലി ചെത്തി കളയുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാറായി കിട്ടാനും എളുപ്പമായിരിക്കും. അഥവാ തൊലി കനം കുറവാണ് വെച്ചെങ്കിൽ നിങ്ങൾ തൊലി കൊടുക്കുന്ന കൂടി നമുക്ക് അച്ചാർ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ തൊലി കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വൈറ്റ് പോർഷൻ വരുന്ന ഇതിൻ്റെ വൈറ്റ് ഭാഗം കണ്ടുകൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് ഈ കനുള്ള ഒരു തൊലി കളഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഒരുപാട് ആഴത്തിൽ ആക്കി ചെത്തി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം നമ്മൾ ചെത്തി കളഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തൊലിയോട് കൂടിയിട്ടാണ് തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ നന്നായി ഒക്കെ കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് വെള്ളമൊക്കെ കളയുക. അതിന് ശേഷം മാത്രം നമ്മൾ അച്ചാറിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നടുഭാഗം മുറിക്കാം. അതിന് ശേഷം നടുവിലൊരു ഇതുപോലെ ഈ കുരുകളൊക്കെ മാക്സിമം കളയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കയ്പ്പ് വരുന്ന ആ ഒരു ഇതൊക്കെയാണ് കുരു കളയുക. അതുപോലെ തന്നെ ഇതിൻ്റെ നടുഭാഗത്തുള്ള ഈ വൈറ്റ് ലൈൻ ഉണ്ടല്ലോ അതും കളയുക. ഇത് കളഞ്ഞിട്ട് വെച്ചാൽ മാക്സിമം കയ്പ്പൊക്കെ ഇല്ലാതെയാവും. ചില നാരങ്ങകൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ള നാരങ്ങകളുണ്ട്. എല്ലാം ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഈ കുരുവൊക്കെ മാക്സിമം കളഞ്ഞ് ഈ നടുവിലെ ഈ ലൈനൊക്കെ കളയുകയാണെങ്കിൽ ഒരുവിധം കയ്പ്പിനെയൊക്കെ നമുക്ക് ശമിപ്പിക്കാൻ പറ്റും. അപ്പോൾ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ചെറുതാക്കുക. അതിന് ശേഷം ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് നന്നാക്കുമ്പോൾ ഇതിൻ്റെ നീര് താഴെ പോയിട്ട് വെച്ചെങ്കിൽ നിലത്തൊക്കെ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആവും. അത്രയും ആസിഡ് പവർ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ മാക്സിമം നിലത്താവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. അതിപ്പോൾ നിങ്ങൾ പൊടിയുപ്പാണെന്ന് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഉപ്പ് നിങ്ങൾ അത്യാവശ്യം ഇപ്പോൾ പൊടിയുപ്പാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ടോളൂ. അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് എരിവ് പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ ഇത് കടുക് പൊടിക്കുന്ന സമയത്ത് ബാക്കി മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത്, കാശ്മീരി മുളക് പൊടിയല്ല. 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് നമ്മളൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് നന്നായി ഊറി വരും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 10-15 മിനിറ്റ് നേരെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യുക. അടുത്തത് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായി തന്നെ അരിയുക. ഒട്ടും തന്നെ കനലില്ലാതെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. അത്ര വലിപ്പമൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം കേട്ടോ. അപ്പോൾ അരിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉണ്ടായാൽ മതിയാവും. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. അപ്പോൾ മാക്സിമം കാന്താരി മുളക് ഉണ്ട് വെച്ചെങ്കിൽ അതായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ്. ഇല്ലയെന്നുണ്ട് വെച്ചെങ്കിൽ സാധാരണ പച്ചമുളക് എടുത്താലും മതിയാവും കേട്ടോ. അത് നമ്മൾ ചെറിയതായിട്ട് ഇതുപോലെ മുറിച്ചിടുക. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം കായമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കായത്തിൻ്റെ പൊടി ഉണ്ട് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് നന്നായി വറുത്ത് കോരണം. അപ്പോൾ മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് വറുത്ത് കോരിയിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഉലുവ ഒരുപാട് ആവുണ്ടാവും. ഒരുപാട് ഉലുവയാണെങ്കിൽ നമുക്ക് കയ്പ്പ് രുചി ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഒരു ചെറിയ ടീസ്പൂണിൽ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം കായം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില, പിന്നെ നമ്മൾ നന്നാക്കി വെച്ച പച്ചമുളക്, ഇഞ്ചി. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം. അത് ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞു തരാം എത്ര കൊണ്ട് വേണം എന്നുള്ളത്. ഇപ്പം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കായം ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ കായം എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇതുപോലെ പരത്തി ഇങ്ങനെ അമർത്തിയിട്ട് പരത്തി എടുക്കുക. അപ്പോൾ നമുക്ക് വറുത്ത് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ മൊരിഞ്ഞ് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടയാക്കിയിട്ട് തന്നെ ഇടുകയാണെന്ന് വെച്ചെങ്കിൽ പുറം ഭാഗം ഇതായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് പൊടിച്ച് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. മാക്സിമം ഇതുപോലെ പരത്തി എടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുമ്പ് കായം വറുത്തതിന് ശേഷം നമുക്ക് ഉലുവ വറുത്തെടുത്താൽ മതി.
പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കും. അതൊരു 1-1.5 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. അത് ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അച്ചാറുകളിൽ ചിലപ്പോൾ പഞ്ചസാര ഇടാറുണ്ട്. അപ്പോൾ മധുരമൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മധുരം ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കയ്പ്പും അതുപോലെ ആ പുളിയേനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. ഒരുപാട് മധുരമല്ല പറയേണ്ടത്. ഒരു ടീസ്പൂൺ ശർക്കര ചീകിയെടുത്തത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ കായ നമ്മൾ വറുത്തത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തു. അതിന് ശേഷം മാറ്റാം. കാരണം പെട്ടെന്ന് തന്നെ അത് കറുത്ത് കരിയായി പോകും. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ പൊട്ടി വന്നാൽ അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ആ പാൻ വെച്ച് കൊടുത്ത് അതിൽ എണ്ണയുണ്ട് ബാക്കി. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ കറിവേപ്പില ജസ്റ്റ് ഒന്ന് കീറിയിട്ടാൽ നന്നായിരിക്കും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ഒന്ന് മുളക് പൊടി ചൂടാക്കിയിട്ടാലേ ആ ഒരു പച്ചമണം മാറി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടിക്ക് ഒരു പച്ചമണം കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ടൈമിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ആ ഒരു മണം മാറി വരിക വേണ്ട, ഒരുപാട് മൂത്ത് വരുന്നു വേണ്ട. ഇപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചില ഭാഗങ്ങളിൽ നമ്മൾ പുളി തിളപ്പിച്ചൊഴിക്കും. പുളി വെള്ളം എടുത്തു വെച്ചിട്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ, ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളിയൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും, സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പത്തെ സ്റ്റേജാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ആ പുളി വെള്ളത്തിലാണ് നമ്മൾ ഈ അച്ചാറിടുക. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം സൂക്ഷിക്കണം എന്നൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പുളിവെള്ളമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തേക്ക് മാത്രമായിട്ട് നമുക്ക് അതിലേക്ക് ഈ അച്ചാർ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും തയ്യാറാക്കാം. അതാണ് സദ്യക്ക് കിട്ടുന്ന അച്ചാർ. അതായത് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പരന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ, അത് അങ്ങനെയാണ്, പുളിവെള്ളം തിളപ്പിച്ചൊഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് കുറേ കാലത്തേക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് കാരണം തന്നെ ഈ ടൈമിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായും ഉലുവയും നന്നായി പൊടിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നേരമൊക്കെ നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചു. അപ്പോൾ ഇതിലത്തെ മാക്സിമം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നു. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കായും ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായത്തിൻ്റെ പൊടി ഉലുവപ്പൊടിയും ചേർക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ കടുക് പൊട്ടിച്ച ടൈമിൽ ഇഞ്ചിയും പച്ചമുളക് ഇട്ട സമയത്ത് തന്നെ ഒന്നിട്ടിട്ട് വറുത്തെടുക്കണം. അത് പച്ചയായിരിക്കുമല്ലോ. ഇത് നമ്മൾ ഓൾറെഡി വറുത്തു, അത് കാരണം ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓരോരുത്തരെയും പറഞ്ഞില്ല, മധുരത്തിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ഒരുപാടല്ല, കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരിഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് ശേഷം ഇനി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. അതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം വേണം അതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എണ്ണ മുകളിൽ നിന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കേടുവരാതെ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇത് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ കുറച്ച് പുളി എടുക്കുക. എന്നിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ആ വെള്ളം നന്നായി തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്